ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ബഡ് ജോയിന്റ് ആണ്. ഏറ്റവും അതുപോലെ തന്നെ സ്ട്രക്ചർ ഡിസൈൻ, ആർട്ട് ഡിസൈൻ, പിന്നെ ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. അപ്പം ബഡ് ജോയിന്റ് എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റ്, അതായത് രണ്ട് പ്ലേറ്റിന് നമ്മൾ വേറെ രണ്ട് പ്ലേറ്റ് വെച്ച് ജോയിൻ ചെയ്ത് വെക്കണം. അതാണ് ഒരു വെച്ച് ബഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് രണ്ട് പ്ലേറ്റ്, മൊത്തം 4 പ്ലേറ്റും 6 റിവറ്റ്, ഇത്രയും പാർട്സ് ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ടോപ്പ് പ്ലേറ്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഈ പറയുന്ന പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് വരച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ടോപ്പ് പ്ലേറ്റ് ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ വരയ്ക്കുക. റെക്റ്റാങ്കിൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് ചോദ്യത്തിനകത്ത് ഉണ്ടായിരിക്കും, അതനുസരിച്ച് അത് ചെയ്യുക. ഇനി ഹോളാണ് വരയ്ക്കുന്നത്. ഹോൾ വരയ്ക്കാൻ സെൻറ്ററിൽ സർക്കിൾ എടുക്കുക. സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും, അടയാളപ്പെടുത്തുക. ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തുക. ഇനി ഇത് പറയുന്ന ഓരോ സർക്കിളും ഇതേപോലെ തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇൻസെർട്ട് ഇടുക, ഓപ്പറേഷൻ, ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ലേറ്റ് ഇടുക, ഇൻസ്റ്റൻസ് എന്നുള്ളത് രണ്ടാക്കുക, സർക്കിൾ സെലക്ട് ചെയ്യുക, ആക്സിസ് സെലക്ട് ചെയ്യുക. കൊണ്ട് നമ്മുടെ 3 സർക്കിൾ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആക്കുക, ഡിസ്റ്റൻസ് എല്ലാം ശരിയാക്കുക. അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് എടുക്കുക. ഇത് 2 സർക്കിൾ സെലക്ട് ചെയ്യുക, ഈ ആക്സിസ് സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ ടോപ്പ് പ്ലേറ്റ് എന്ന് പറഞ്ഞതായിട്ടുണ്ട്. ഇനി ഇത് വർക്ക് എക്സിറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യേണ്ട രണ്ട് ചോദിച്ചതിനകത്തുണ്ടായിരിക്കും, അത് ഏതാണെന്ന് മനസ്സിലാക്കുക, റിവ്യൂ നോക്കുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ ടോപ്പ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യുക, ഇഷ്ടമുള്ള പേരിൽ സേവ് ചെയ്യുക. ഇത് നമുക്ക് വേണ്ടത് ബേസ് പ്ലേറ്റ് ആണ്. ഇനി വീണ്ടും സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ എടുക്കുക, ഏതെങ്കിലും പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. തന്നിരിക്കുന്ന ബേസ് പ്ലേറ്റിന്റെ ഡയമെൻഷൻ അനുസരിച്ച് അത് വരയ്ക്കുക. ഇതിന്റെ ഏതൊരു സെന്റർ റെക്ടാങ്കിൾ, ഇതിന്റെ ഡയമെൻഷൻ, സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുക, 20 ആണ്. നേരത്തെ പോലെ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 30. ഈ ഡയമെൻഷൻസ് എല്ലാം ക്വസ്റ്റ്യനുകൾക്ക് വന്നിട്ടുണ്ടായിരിക്കും, അതനുസരിച്ച് വേണം ഹോളും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അത് ശ്രദ്ധിക്കണം. വീണ്ടും ട്രാൻസ്ലേറ്റ്, ആക്സിസ് 2 സർക്കിൾ സെലക്ട് ചെയ്യുന്നു, ഈ ആക്സിസ് സെലക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, വീണ്ടും 11. ഓക്കെ, അവിടെ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ആയിട്ടുണ്ട്. ഇതിന് പേര് കൊടുത്ത് സേവ് ചെയ്യും. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് റിവറ്റ് ആണ്. റിവറ്റ് വരയ്ക്കും സ്റ്റാർട്ട്, ഏത് വരച്ചാലും നമുക്ക് സേവ് ചെയ്ത്, എന്നിട്ട് വീണ്ടും നമുക്ക് റിവറ്റ് വരയ്ക്കും സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ, ഏതെങ്കിലും പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ആക്സ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. റിവറ്റ് വരയ്ക്കാൻ ഏറ്റവും ആദ്യം വേണ്ട ഒരു പ്രൊഫൈലാണ്, പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ഇനി ഒരു ഇത് വരയ്ക്കുക, ക്ലോസ് ചെയ്യുക. ഇനി വീണ്ടും സർക്കിളിൻ്റെ അവിടെ 3.6 സ്റ്റാർട്ടിങ് വെച്ച് ലിമിറ്റ്സ് കൊടുക്കുക.
ഒരു ആർക്ക് വരയ്ക്കും. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും, അതനുസരിച്ച് ഇതാക്കുക. ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ശരിയാക്കുക. എന്ന് പറയുന്നത് കുറച്ച് ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക. ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ച് കൊടുക്കുക. നമ്മളൊരു വെട്ടും അതിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനെല്ലാം മിറർ ചെയ്യുക. മിറർ ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ഓപ്പറേഷൻ, ട്രാൻസ്ഫോർമേഷൻ, മിറർ, ഈ ആക്സിസ് സെലക്ട് ചെയ്യുക. വീണ്ടും മിറർ എടുക്കുക, സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, മിറർ സെലക്ട് ചെയ്യുക, ആക്സിസ് സെലക്ട് ചെയ്യുക, വീണ്ടും മിറർ, ലൈൻ സെലക്ട് ചെയ്യുക, ആക്സിസ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നടക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇൻസേർട്ട് എടുക്കുക, ഓപ്പറേഷൻ എടുക്കുക, ലിമിറ്റേഷൻ, ചിത്രം എടുക്കുക, അത് മായ്ച്ചു കളയുക. ഇനി വീണ്ടും വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക. ഷാഫ്റ്റ്, ആക്സിസ്, ഈ ആക്സിസ് സെലക്ട് ചെയ്യുക, റിവ്യൂ നോക്കുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ റിവിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റിവിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ റിവിറ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതിന് ജോയിൻ ചെയ്യും. അതായത് എല്ലാത്തിനും നമ്മൾ അസംബിൾ ചെയ്യണം. അതായത് പാർട്ട് ഉണ്ടാക്കണം, അസംബിൾ ചെയ്യണം, ഡ്രാഫ്റ്റ് ചെയ്യണം. അസംബിൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, അസംബ്ലി ഡിസൈൻ ഇത്രയും കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്ത പാർട്ടെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ടെല്ലാം ഈ അസംബ്ലി ഡിസൈൻ അകത്ത് കൊണ്ടുവരണം. അതിനും പ്രൊഡക്റ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കമ്പോണൻസ്, എക്സിസ്റ്റിംഗ് കമ്പോണൻറ്റ്, എന്നിട്ട് എങ്ങനെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതെല്ലാം എടുക്കുക. നമ്മളെല്ലാ പാർട്ടും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോപ്പ് ലൈറ്റ് ആയി, ഡിസ്പ്ലേറ്റ് ആയി, റിവറ്റ് ആയി, എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പാർട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 2 ടോപ്പ് പ്ലേറ്റും വേണം, 2 ബേസ് പ്ലേറ്റും വേണം. അതെല്ലാം നമുക്ക് കൊണ്ടുവരാം. അതിന് ചെയ്യേണ്ടത് ഏതാണോ നമുക്ക് കൊണ്ടുവരേണ്ടത് അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, പ്രൊഡക്റ്റിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഉണ്ടോ ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തത്. അപ്പോൾ നമ്മൾ ബേസ് പ്ലേറ്റ് ആണ് 2 എണ്ണം കൊണ്ടുവന്നത്. ഇനി ടോപ്പ് പ്ലേറ്റ് വേണം കൊണ്ടുവരാനായി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, പ്രൊഡക്റ്റിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വന്നു. റിവറ്റ് നമുക്ക് എന്ത് വേണം? 2 എണ്ണം വേണം. ആ റിവറ്റ് അവിടെ നിൽക്കട്ടെ, നമുക്കത് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ജോയിൻ ചെയ്യാം. അതായത് 2 ബേസ് പ്ലേറ്റിനെ 2 ടോപ്പ് പ്ലേറ്റിനെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് ആദ്യം ഇതിൽ നിന്ന് മാറ്റുക. ഡ്രാഗ് അറൗണ്ട് ഇനി ആക്സിസ് അല്ലെങ്കിൽ എടുക്കുക, സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഇതിനെ രണ്ടിനും കോണ്ടാക്ട് ആക്കുക. ഓക്കെ, അതിനാദ്യം പോയിന്റ്സ് എടുക്കുക, സെലക്ട് ചെയ്യുക, PAX സെലക്ട് ചെയ്യുക. അത് പോയിന്റ് സൈഡ് ആയി. ഇനി ചെയ്യേണ്ടത് ഇതൊന്നുകൂടെ ഇങ്ങോട്ടൊന്ന് മാറ്റുക. ഇത് സെലക്ട് ചെയ്യുക, രണ്ടും ജോയിൻ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ ടോപ്പ് പ്ലേറ്റ് ഞാനായിട്ട് കൊണ്ടുവരണം. അതിന് പോയിന്റ്സ് എടുക്കുക,
ഈ ലൈൻ സെലക്ട്, ഇവിടെ ഒരു ഈ ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ ലൈൻ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ ഈ ലൈൻ സെലക്ട് ചെയ്യുക, അത് കോയിൻസൈഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, മാനിപ്പുലേഷൻ എടുത്ത് ഇതിനെ ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് വെക്കുക, എന്നിട്ട് വീണ്ടും കോയിൻസൈഡ് എടുക്കുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, അത് കറക്റ്റ് കോയിൻസൈഡ് ആയിട്ട് ഹോൾ നല്ലതിനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, താഴത്തെയും കോയിൻസൈഡ് ആക്കണം. ഇത് ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും മൂവ് ചെയ്യുക, ഒന്ന് സൂം ഇൻ ചെയ്യുക, ഇതിൻ്റെ ഈ ലൈൻ, ഒരു ലൈൻ വരും, ഏതെങ്കിലും ഒരു ലൈൻ സെലക്ട് ചെയ്യണം, ലൈൻ സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും എടുക്കുക, മാറ്റുക, വീണ്ടും ലൈൻ സെലക്ട് ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ എല്ലാ കറക്റ്റ് പാർട്ട് എല്ലാം കറക്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് എല്ലാം ഇതായിട്ട് വരുന്നത് കാണാൻ പറ്റും. എന്ത് ചെയ്യണം, ഈ പറഞ്ഞ റിവറ്റ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് ചെയ്യേണ്ടത് വേണ്ടി ഇതിൻ്റെ ഈ ആക്സ് സെലക്ട് ചെയ്യുക, ഈ ഹോളിൻ്റെ ആക്സ് സെലക്ട് ചെയ്യുക, അത് കറക്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിത് കാണാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യാനായിട്ട് ഒന്ന് സൂമിങ് ചെയ്യുക, ഇനി താഴോട്ട് കൊണ്ടുവരിക, ഇതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തിട്ട് കോൺടാക്ട് ഈ സർഫസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യുക, ഇതിൻ്റെ ഈ സർഫസ് ഇത് സെലക്ട് ചെയ്യുക, കറക്റ്റ് കോണ്ടാക്ട് ആയിട്ട് സീറ്റിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 5 റിവറ്റ് കൂടെ വേണം, അത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരണം. അതായത് ഇങ്ങനെയാണ് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് അത് വരുള്ളൂ. റിവറ്റ് പാർട്ട് 2 ആണ് റിവറ്റ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, പ്രൊഡക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, പ്രൊഡക്റ്റിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം 1, 2, 3 റിവറ്റ്. ഈ 3 വേണം. 4, 5, 6 റിവറ്റ് ആയിട്ടുണ്ട്. റിവറ്റ് ഇവിടെ നോക്കി കാണാം, നിങ്ങൾക്ക് ഇവിടെ കിടപ്പുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഓരോന്നും ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് വെക്കണം. ഇങ്ങനെ പുറത്തോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും അവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, അപ്പം 1, 2, 3, 4, 5, 6 റിവറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം കറക്റ്റായിട്ട് ഫുള്ളും ആയിട്ട് കോയിൻസൈഡ് ആക്കണം. നമ്മൾ ഇതിൻ്റെ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എടുക്കുക, സെലക്ട് ചെയ്യുക, മുകളിൽ സെലക്ട് ചെയ്യുക, കറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, കോയിൻസൈഡ് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, കോയിൻസൈഡ് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുന്നു, ഇന്ന് സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാം പ്രോപ്പറായിട്ട് എല്ലാം സീറ്റിംഗ് ആയി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് റിവറ്റ് ബഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആദ്യം സേവ് ചെയ്യുക, എന്നിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, ഡ്രാഫ്റ്റിങ്, ഏതെങ്കിലും ഒരു വ്യൂ. ഒന്നെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഇതെടുക്കുക. ഫോർമാറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിങ്ങനെ വരും. പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും. അതിന് പ്രോപ്പറായിട്ട് അങ്ങനെ ഓരോന്നും ഡയമെൻഷൻ ചെയ്യുക. പിന്നെ ഫ്രെയിം ആൻഡ് ഇന്റർബ്ലോക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് എല്ലാം അതേപോലെ തന്നെ ചെയ്യുക. ഇതാണ് നമ്മളെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് റിവറ്റ് ബഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ.